CK ഷാക്കിർ, താങ്കൾ ഈ MEC7-ൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, താങ്കൾ യൂത്ത് ലീഗിന്റെ പ്രതിനിധിയായി കൂടിയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ഈ MEC7-ൽ താങ്കൾ എങ്ങനെ എത്തിപ്പെട്ടു? ആരാണ് താങ്കളെ അതിനെക്കുറിച്ച് മനസ്സിലാക്കി തന്നത്? എങ്ങനെയാണ് താങ്കൾ ചേർന്നത്? എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം? നിങ്ങൾ ഈ ചർച്ച കേൾക്കുമ്പോഴേ ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ ന്യൂസ് 18 ഈ ചർച്ച ഇന്ന് വെച്ചത് വളരെ നന്നായി. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ പ്രേക്ഷകർക്ക് വസ്തുത മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തതിന് നന്ദി അറിയിക്കുകയാണ്. ഈ നേരത്തെ സംസാരിച്ച ശ്രീ റെജി ലൂക്കോസും ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധിയും ഒരു കൃത്രിമമായ ഒരു സംഗതി ഉണ്ടാക്കി അതിനെ ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തി ആക്രമിക്കുകയാണ്. ആയിക്കോട്ടെ, നമുക്കത് ചർച്ച ചെയ്യാവുന്നതേ ഉള്ളൂ. ആരെങ്കിലും ഏതെങ്കിലും സംഗതിയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ അത് സ്വാഗതാർഹമാണ്. ഇതായാലും ഏതായാലും അന്വേഷണം നടക്കട്ടെ. ഇവിടെ ഞാൻ ഇപ്പൊ യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറിയാണ്. ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്ന ഡൽഹിയിൽ നിന്നാണ്. ഇന്നലെ UP-യിലായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഈ MEC7 എന്ന ഈ വ്യായാമ മുറയിൽ 3 മാസത്തോളമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇങ്ങനെ വല്ലപ്പോഴും പുറത്തു പോകുമ്പോൾ തിരിച്ചു വന്നാൽ ജിംനേഷ്യത്തിനോ മറ്റോ പോകുന്നത് പോലെ യാതൊരു പ്രയാസവുമുള്ള ഒരു സംഗതിയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒഴിവുള്ള സമയത്ത് ഒഴിവുള്ളവർക്ക് വന്ന് പങ്കെടുക്കാവുന്ന ഒരു പ്രഭാത വ്യായാമം മാത്രം. ആ പ്രഭാത വ്യായാമത്തിൽ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളുണ്ട്. ഇവിടെ റെജി ലൂക്കോസിനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ P മോഹനൻ എന്ന് പറയുന്ന RSSന്റെ കുപ്പായം അണിഞ്ഞിട്ടുള്ള കോഴിക്കോട് ജില്ലാ CPM ഇപ്പോഴത്തെ സെക്രട്ടറി തൊടുത്തു വിട്ടിട്ടുള്ള ഈ വിവാദം എന്തിനാണ് എന്ന് ഗൗരവത്തിൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. CPM സർക്കാരിന് എന്തെങ്കിലും കൊള്ള നടത്തേണ്ട സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്ന പണിയാണ് ഇത്തരം വിവാദങ്ങളിലൂടെ പല സമയത്തും CPM-ന്റെ വിവിധ നേതാക്കന്മാർ നടത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു എല്ലാ വിഭാഗം ജനങ്ങളും, നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ശ്രീ റെജി ലൂക്കോസിനോട്, എളമരം കരീം എന്ന് പറയുന്ന CPM നേതാവിന്റെ അനുജൻ ഇപ്പോൾ എളമരത്ത് അതിന്റെ പ്രവർത്തനം കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്റെ നാട്ടിൽ നേരത്തെ ശ്രീ രേണു ചോദിച്ചല്ലോ, ഞാൻ എങ്ങനെ ഇതിലെത്തി? എന്റെ നാട്ടിൽ എല്ലാവരും കൂടെ ഇങ്ങനെ ഒരു സംഗതി എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്, നമുക്കും ഇതിനെക്കുറിച്ച് ആലോചിച്ചാൽ എന്താ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും അതിന് സന്തോഷത്തോടെ സ്വീകരിച്ചു. ഇതിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ AP സുന്നിയുടെ ഒരു നേതാവ് ഇതിനെ വിമർശിച്ചു വന്നു. AP സുന്നിയുടെ ഉത്തരവാദപ്പെട്ട ആളുകളുണ്ട്, EK സുന്നിയിലുണ്ട്, ലീഗ് ഉണ്ട്, CPM ഉണ്ട്, ഹിന്ദുമത വിശ്വാസികളുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരുമുള്ള ഒരു സംഗതിയെ ഇത് പോപ്പുലർ ഫ്രണ്ടിനോട് കൂട്ടിക്കെട്ടുന്ന ഒരു ദുഷ്ടലാക്ക് എന്തിനാണെന്ന് മനസ്സിലാക്കുന്നില്ല. ഏതെങ്കിലും ഒരു സംഗതിയെ കുറിച്ച് അവർ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന തരത്തിൽ എന്തെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ സ്വാഭാവികമായി നമുക്കതിന് അന്വേഷണം നടത്താം. അത് സാമൂഹ്യ വിരുദ്ധ രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് നടപടിയെടുക്കുക ഒക്കെ ചെയ്യാവുന്നതാണ്. പക്ഷെ ഈ രീതിയിൽ ഇത്തരം ഒരു സംഗതിയെ നിങ്ങൾ എന്തിനാണ് അധിക്ഷേപിക്കുന്നത്? എന്തിനാണ് സംശയത്തിന്റെ ദൃഷ്ടിയിൽ കൊണ്ടുവരുന്നത്? അതറിയാൻ താല്പര്യമുണ്ട്. ഷാക്കിർ പോകുന്ന യൂണിറ്റിൽ എല്ലാ മതവിഭാഗക്കാരും ഉണ്ടോ? എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും? തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് ഒരു സംശയം കൂടി ഷാക്കിർ, ഇത് തുറസായ സ്ഥലത്താണ് സംഘടിപ്പിക്കപ്പെടുന്നത്. ഈ 1000 യൂണിറ്റ് സംസ്ഥാനത്തുണ്ട് എന്ന് പറയുന്നു. എല്ലാ യൂണിറ്റുകളുടെയും പ്രവർത്തനം അങ്ങനെ തന്നെയാണോ? തീർച്ചയായിട്ടും. ഞാൻ എന്റെ വീട് ആക്കോടാണ്, പാലക്കാട് വഞ്ചൽ ആക്കോട്. ഈ സലാഹുദ്ദീന്റെ വീട് എന്റെ വീട്ടിൽ 12 കിലോമീറ്റർ ദൂരമുള്ളൂ. അദ്ദേഹം 12 വർഷമായി തുടങ്ങി എന്ന് പറയുന്നു. ഞാൻ ഇന്ന് വരെ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയം വരെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല. ഇത് എല്ലാ MEC7 കേന്ദ്രങ്ങൾ ആളുകളുടെ അവസ്ഥ ഇങ്ങനെയാണ്. ഇപ്പൊ ഞങ്ങളവിടെ ആദ്യം കുറച്ച് ഞങ്ങളെ തൊട്ടടുത്തുള്ള വാഴിയൂർ എന്ന പ്രദേശത്ത് നിന്ന് അവിടെ നേരത്തെ തുടങ്ങി അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളിലെ ചില 3-4 പേര് വന്ന് ഞങ്ങൾക്ക് പറഞ്ഞത്. അത് പിന്നെ അവർ പോയി. പിന്നെ ഞങ്ങൾ തന്നെ ആരെങ്കിലും ഒരാള് ഇത് മുന്നിൽ നിൽക്കും, ഈ കാര്യങ്ങൾ നടത്തും. ഈ 10-20 മിനിറ്റ് ഇത് തുറസായ സ്ഥലത്ത് തന്നെ സംഘടിപ്പിക്കുന്നത് താങ്കൾ പറയും. എനിക്ക് ഒരു സംശയം കൂടി, ഈ ഓരോ യൂണിറ്റിനും ഓരോ വാട്സപ്പ് കൂട്ടായ്മകളുണ്ട്. ഓരോ വാട്സപ്പ് കൂട്ടായ്മയിലും എന്ത് പറയുന്നു, എന്താണ് പ്രചരിപ്പിക്കപ്പെടുന്നത് എന്നത് വലിയ സംശയമാണ്. അപ്പോൾ അതുവഴിയാണോ ഈ ഏതെങ്കിലും തരത്തിലുള്ള ഈ തീവ്ര സംഘടനകൾക്ക് ഇതിൽ ബന്ധമുണ്ടെങ്കിൽ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുക, അങ്ങനെയാണോ എന്നൊരു സംശയമുണ്ട്. എന്താണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ നടക്കുന്നത്? അവിടെ എന്താണ് ചർച്ച ചെയ്യുന്നത്? എന്തൊക്കെ തരത്തിലുള്ള മെസ്സേജുകൾ അതുവഴി നൽകാറുണ്ട്? വളരെ പ്രസക്തമായ ചോദ്യം. ഞാനും റെജി ലൂക്കോസും ഇന്നലെ കഴിഞ്ഞ ദിവസം മറ്റൊരു ചാനൽ ഇതേപോലെ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ അതിഥികളായി വന്ന ആളുകളും അവതാരകയോടും പറഞ്ഞ അതേ സംഗതി നിങ്ങളോട് ആവർത്തിക്കുകയാണ്. എന്റെ നാട്ടില് പരസ്യമായി തുറസായ സ്ഥലത്ത് എല്ലാ സ്ഥലത്തും ഗ്രൗണ്ടിലും റോഡിന്റെ തെരുവുകൾ 2 സൈഡുകളിലുമൊക്കെയാണ് സ്ത്രീകളും ഏറ്റവും കൂടുതൽ ഇതിലെ കൗതുകം എന്താണെന്ന് വെച്ചാൽ മുതിർന്ന ആളുകളാണ്. അവർക്കാണ് ഇതുകൊണ്ട് വലിയ ആശ്വാസം ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നടക്കുന്ന സംഗതികളെ കാണാൻ വേണ്ടി അല്ലെങ്കിൽ പങ്കെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. തെറ്റിദ്ധാരണ മാറ്റാൻ കഴിയല്ലോ. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനൊരു ക്ലാസ് ഇല്ല,
ഇതിനൊരു പരിശീലനമായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തരാൻ വരുന്നില്ല. വാട്സപ്പുകളിൽ ഇതാകെ വന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു വീഡിയോ ഉണ്ട്. ഞാൻ ആ വീഡിയോ ഇന്ന് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ വീഡിയോ 20 മിനിറ്റുള്ള ഒരു വീഡിയോ, അതിൽ എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരുന്ന ഒരു വീഡിയോ സന്ദേശമല്ലാതെ മറ്റൊരു കാര്യം അതിൽ വരുന്നില്ല. താങ്കൾ മ്യൂട്ടായി എന്നാണ് തോന്നുന്നത്. ഞാൻ താങ്കളിലേക്ക് ഓക്കെയാണല്ലോ. പൂർത്തിയാക്കിക്കോളൂ, നമുക്കൊരു ഇടവേളയിലേക്ക് പോകണം. അതായത് ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ആകെ വന്നിട്ടുള്ള ഒരു സംഗതി. ഇതിന്റെ ഞാനിന്ന് നിങ്ങൾക്ക് അയച്ചു തന്നു എന്ന് തോന്നുന്നുണ്ട്. 20 മിനിറ്റുള്ള ഇതിന്റെ എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു സംഗതി മാത്രമാണ്. വേറെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്നും. അതാരാണ് അയച്ചു തരുന്നത്? സൊലാഹുദ്ദീനുമായി ഒരു തവണ പോലും ബന്ധപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതാരാണ് അയച്ചു തന്നത്? ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ തൊട്ടടുത്ത്, ഞാൻ വാഴക്കാട് പഞ്ചായത്ത് തൊട്ടടുത്ത് വാഴയൂർ പഞ്ചായത്താണ്. വാഴയൂർ പഞ്ചായത്തിൽ കുറെ നേരത്തെ തുടങ്ങിയിട്ട് അവിടെ നിന്ന് ഇതുപോലെ സർവീസിൽ നിന്ന് വിരമിച്ചിട്ടുള്ള എക്സ് മിലിറ്ററി ആയിട്ടുള്ള ഹരീഷ് എന്ന് പറയുന്ന, നിങ്ങൾ പേര് പ്രത്യേകം ശ്രദ്ധിക്കണേ, ഹിന്ദു ഐക്യവേദിയുടെ സുഹൃത്തും റജി ലൂക്കോസും ഒക്കെ ശ്രദ്ധിക്കുക. ഞാൻ ഇന്നലെ റജി ലൂക്കോസുമായി ഈ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. ഹരീഷ് എന്ന് പറയുന്ന ഒരു സൈന്യത്തിൽ റിട്ടയർ ചെയ്തിട്ടുള്ള സുഹൃത്താണ് ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ആദ്യം പറഞ്ഞു തന്നിട്ടുള്ളത്. അത് അദ്ദേഹം പറഞ്ഞു തന്നു. അവർ ഹരീഷൊക്കെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. അവർ ഇതിന്റെ വീഡിയോസും സംഗതികളൊക്കെ ഒറ്റ വീഡിയോ പങ്കുവെക്കാൻ വേണ്ടി മാത്രമാണോ വാട്സപ്പ് ഗ്രൂപ്പുകൾ? അല്ല. ഇതിപ്പോ നമ്മൾ സ്വാഭാവികം ചെയ്യുന്ന സമയത്ത് ഈ പല രീതിയിൽ ഇപ്പൊ നമ്മൾ ആളുകൾക്ക് അറിയില്ലല്ലോ, പുതിയ ആളുകൾ ഓരോ ദിവസം വന്ന് ചേരുന്നത്. ഇത് മടമ്പുകാല് വെച്ച് ചെയ്യണോ, അല്ല മടമ്പുകാല് ഉയർത്തി ചെയ്യണോ, അല്ലെങ്കിൽ ശ്വാസം എത്ര നേരം പിടിച്ചു നിൽക്കണം, 3 സെക്കൻഡ് പിടിക്കണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ നമ്മൾ തന്നെ പരസ്പരം ചർച്ച ചെയ്യും. അല്ലാണ്ട് സലാഹുദ്ദീനോ മറ്റാരും ഇപ്പൊ നിരന്തരമായി ഇവർ പറയുന്ന ഒരു സംഗതി, ഇതിന്റെ പ്രധാനപ്പെട്ട അഡ്മിന്മാരിൽ PFIന്റെ ആളുകളുണ്ട് എന്നാ. നിങ്ങൾ എല്ലാതും പരിശോധിച്ചോ, ഒരാൾ പോലും ഞങ്ങളുടെ നാട്ടിലൊന്നും ഒരു പോപ്പുലർ ഫ്രണ്ടുകാരനല്ലെ പരിസരത്ത് എവിടെയെങ്കിലും അങ്ങനെ ഒരാൾ ഇതിൽ അഡ്മിനായിട്ടോ അല്ലെങ്കിൽ പങ്കാളികളായിട്ടോ ഇല്ല. എല്ലാ ജാതി മത, നിങ്ങൾ ഇന്ന് ഞാൻ അയച്ചെന്ന വീഡിയോ ശ്രദ്ധിച്ചില്ലേ, എത്ര ഹൈന്ദവ സഹോദരിമാരുണ്ട്. ഇവരെ വെച്ച് എന്ത് കാണിക്കാനാണ്? ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ, ഇതെന്താ ഇത്ര പെട്ടെന്ന് സ്പ്രെഡ് ആണെന്ന് കാരണം പലരും അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ അന്വേഷിക്കേണ്ടത് ഷുഗർ, കൊളസ്ട്രോള്, മറ്റ് എന്താ പറയുക നിത്യരോഗങ്ങളിലുള്ള ആളുകൾ, ജീവിതശൈലി രോഗങ്ങളുള്ള ആളുകൾക്ക് നിരന്തരമായി നടത്തുമ്പോൾ അല്ലെങ്കിൽ ഹൃദയ സംബന്ധ അസുഖമുള്ള ആളുകൾക്ക് വലിയ ആശ്വാസം ലഭിക്കുന്നു. ആ ആശ്വാസം ലഭിച്ച ആളുകളാണ്, പ്രത്യേകിച്ച് പ്രായം ചെന്ന ആളുകൾ. ഇതിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്നത് 65ഉം 60ഉം വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്. നിങ്ങൾ പരിശോധിക്കുക, അവരൊക്കെ ഈ രാജ്യത്തിന് എന്ത് ബുദ്ധിമുട്ടുണ്ടാക്കാനാണ്? ഇങ്ങനെ തെറ്റായി ആളുകളെ എന്താ പറയാ ദുർവ്യാഖ്യാനം ചെയ്ത് സമൂഹത്തിൽ മതങ്ങൾക്കിടയിലും മനുഷ്യന്മാർക്കിടയിലും തർക്കമുണ്ടാക്കുന്ന ഏർപ്പാട്. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ശ്രീ ഷാക്കിർ, ഇതിപ്പോ ഇതാണ് ഇതിന്റെ പ്രവർത്തന രീതി എന്ന് പറയുന്നു. സൊലാഹുദ്ദീൻ ചില മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലും അക്കാര്യം പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ ചർച്ച തീരുമാനിച്ച സമയം മുതൽ ഈ സ്റ്റുഡിയോയിൽ കയറുന്നതിന് തൊട്ടു മുൻപ് വരെയും പരമാവധി തവണ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. അദ്ദേഹത്തെ ഫോണിൽ ലഭ്യമാകുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്തരം വലിയ ഒരു വിവാദം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമ്പോൾ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോകുന്നത്? അല്ലെങ്കിൽ ഒരു ചർച്ചയിലോ അല്ലെങ്കിൽ ഇതുപോലെ സംശയം ഉന്നയിക്കുന്നവരുടെ മുന്നിലോ ഈ സംശയ നിവാരണത്തിന് എന്താണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഇത്രയും തുറസായ സ്ഥലത്ത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നടക്കുന്ന ഒരു സംഗതിയെക്കുറിച്ച് ആർക്കും ഇതൊരു അന്വേഷണ ഏജൻസി വേണമെന്നില്ല. ഏത് കുട്ടിക്കും വന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ കാര്യങ്ങൾ നടന്നു പോവാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇതേ വിവാദങ്ങൾ ഉണ്ടായപ്പോ എന്താ പറയാ, മോഹൻ മാസ്റ്റർ നേരത്തെ ഒരു CPMന്റെ സ്റ്റേജിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം വേറൊരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് സ്വാഭാവികമായും ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച വരും. എന്താണ് ഇങ്ങനെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടല്ലോ, ഇതിന് നമ്മൾക്ക് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു കൊടുക്കേണ്ടേ എന്നായപ്പോ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഞങ്ങളെ ഗ്രൂപ്പിലൊക്കെ ഇദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുണ്ട്. ഇത് എന്താ പറയാ വളരെ ഓപ്പൺ ആയി നടക്കുന്ന ഒരു കാര്യമാണ്. ആർക്കും വന്ന് പരിശോധിക്കാവുന്നതാണ്. നമ്മൾ ഏത് അന്വേഷണത്തിനെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കി ഇത് വേറെ രീതിയിൽ കൊണ്ടുപോയി അതിന് മുഖം കൊടുക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ലാഭം പ്രതീക്ഷിക്കുന്ന ഒരു തരത്തിലും ഒരു രൂപ പോലും ഫീസോ രജിസ്ട്രേഷൻ ഫീസോ ഫോമോ ഒന്നുമില്ലാത്ത ഏർപ്പാടാണ്.